ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയതിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ചാരിയത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ സൈക്കിൾ കൺവേർഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ മാറ്റം വരുത്തിയത് കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ സംസാരിച്ച സമയങ്ങളൊന്നുമില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും മാറ്റം വരുത്തിയിട്ടില്ല, ജസ്റ്റ് ടയേഴ്സ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. 2 ടയറും 2 ട്യൂബും മുമ്പത്തും ബാക്കത്തുമായിട്ട് രണ്ടും മാറ്റി. സർഫസ് ഏരിയ പറഞ്ഞാൽ ഹൈബ്രിഡ് ടയേഴ്സാണ് ഇട്ടിട്ടുള്ളത്. MTB ടയേഴ്സിൻ്റെ, എൻ്റെ പഴയ MTB ടയേഴ്സിൻ്റെത് ഞാൻ ഇപ്പുറത്ത് കൊടുക്കാം. ഇതാണ് എൻ്റെ MTB ടയേഴ്സ്. നല്ല സർഫസ് ഏരിയ കൂടിയ ടയറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റോട്ടിൽ ഓടിക്കുമ്പോൾ കുറച്ച് സ്പീഡ് കുറവാണ് ഇതിന്. ഓഫ് റോഡ് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും, റോട്ടിൽ ഓടിക്കുമ്പോൾ കുറച്ച് സ്പീഡ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഹൈബ്രിഡ് ടയേഴ്സ് ഇട്ടുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസും അതുപോലെ സ്പീഡും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. വേറെ ഞാൻ നമ്മുടെ റിമ്മിലോ ബാക്കിലെ കസറ്റ് കാര്യങ്ങളിലൊന്നും ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല. ആകെ ടയേഴ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. 700x35C എന്ന് പറയുന്ന സൈസിലുള്ള ടയേഴ്സാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ അത് ചെയ്തിട്ടുള്ളത് കൊടക്കാട് പാഷൻ സൈക്കിൾസ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ്. Started as a whisper, message from a new world I'd never known. ഇത് ലെവൽ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ MTB ആണ് സൈക്കിള്. അതാണ് ഞാൻ ഹൈബ്രിഡിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഞാൻ ശരിക്കും ഹൈബ്രിഡ് ആയിട്ടുള്ള ജൈൻറ്റും ട്രക്കൊക്കെ ഇനി നോക്കിയിനി എനിക്കത് കിട്ടിയിട്ടില്ല. ഈ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിറ്റുള്ള വണ്ടിയാണ്. എനിക്ക് ഹൈബ്രിഡ് ടയർസ് ഇട്ടിട്ട് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ മാറ്റിയിട്ടിപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഒരു കുഴപ്പവും ഇതിന് തോന്നിയിട്ടില്ല. അതുപോലെ ഇത് മാറ്റാനായിട്ട് എനിക്കായത് 1100 രൂപയാണ്. 350 വെച്ച് 2 ടയറിനും 200 വെച്ച് 2 ട്യൂബിനും. അതുപോലെ ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യണം. പിന്നെ ഞാനൊരു ഗിംബൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ചെറിയ ഷെയ്ക്ക് ഉണ്ടാവും, എന്താ വെച്ചാൽ അതിൻ്റെ പണി ഫുള്ളായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഫുള്ളായിട്ട് അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഓരോ കണ്ടൻറ്റുകൾ കമൻറ്റ് ചെയ്യുക, നമ്മളെന്തായാലും ചെയ്യും. ഓക്കെ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഇപ്പോൾ കാരണം ഞാൻ ഓഫ് റോഡിലൂടെ ഓടിച്ചപ്പോഴുള്ള വിഷ്വലാണ്. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. എന്തെങ്കിലും ഓഫ് റോഡിൽ, അതായത് ഇതിലും ഗട്ടറുള്ള റോഡിൽ കൂടെ ഞാൻ അത് ഓടിച്ചിരിക്കണേ, ഇതുവരെ ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. ഇനി ആരെങ്കിലും കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഞാൻ ഹൈബ്രിഡ് ടയേഴ്സ് ഇട്ടിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. നല്ല പെർഫോമൻസ് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്.